ഹലോ ഗായ്സ്, SKV ഇൻസൈറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് അങ്ങനെ വലിയേട്ടൻ 4K റിലീസ് കണ്ടിറങ്ങിയിരിക്കുകയാണ്. 2000 ഇറങ്ങിയ ഒരു സിനിമ ആഫ്റ്റർ 24 ഇയേഴ്സ് 4K അറ്റ്മോസിൽ റിലീസ് ചെയ്യുമ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാര്യം കൈരളി TV തന്നെ നമ്മൾ പലതവണ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ്ലി വന്നിട്ടുള്ളൊരു സിനിമയാണ്. പിന്നെ അതുപോലെ ഒരു കാണാത്തവരായിട്ട് മലയാളികളായിരുന്നു തന്നെ ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യമാണ്. കാരണം അത്രയും എല്ലാ വീക്കിലും ഉണ്ടാവും, കൈരളിയിലാണെങ്കിലും വി ചാനലിലോ അങ്ങനെയൊക്കെ ആയിട്ട് കാണാറുള്ള സിനിമ തന്നെയാണ്. പക്ഷേ ഈ ഒരു സിനിമ എനിക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് തന്നെ ഉണ്ടായിരുന്നു. ബിക്കോസ് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് മമ്മൂക്കയുടെ ആ ഒരു മറ്റേ സ്വാഗും ആ ഒരു ഡയലോഗ് ഡെലിവറി, ഇതെല്ലാം നമുക്കൊരു തിയേറ്ററിനകത്തിരുന്ന് കാണുന്ന ആ ഒരു ഫീൽ ഒരിക്കലും നമുക്ക് ആ ഒരു മിനി സ്ക്രീനിൽ കിട്ടിയിട്ടില്ല. എനിക്ക് 2000 ആ റിലീസ് ചെയ്ത സമയത്ത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എന്തായാലും ഇത് 4K റിലീസിൻ്റെ അത് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തന്നെ ഞാൻ കൺഫേം ആണ് ഞാൻ കണ്ടിരിക്കുന്നുള്ളത്. അപ്പോൾ അങ്ങനെ അത് കണ്ടു. ആക്ച്വലി ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വർക്കിന് കൺഗ്രാറ്റ്സ് ചെയ്യേണ്ടത്, ഒരു വലിയൊരു അപ്രിഷിയേഷൻ കൊടുക്കേണ്ടത് എനിക്ക് മാറ്റ്നി നൗ എന്നുള്ള ചാനലിനാണ്. ആക്ച്വലി അവരുടെ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അവരുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ഒരാളും കൂടിയാണ്. ഒരുപാട് സിനിമകൾ അവർ ഇതേപോലെ 4Kയിലും നമ്മുടെ നല്ല ക്വാളിറ്റി വൈസ് അവർ റീമാസ്റ്റർ ചെയ്തിട്ട് ഇറക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ കാണാറുണ്ട്. അത്യാവശ്യം നല്ല വർക്ക് തന്നെയാണ് അവരെടുക്കുന്നത്. എന്നാൽ നമുക്ക് പണ്ട് നമ്മൾ TV-യിലൊക്കെ അത്ര വലിയ ക്വാളിറ്റി ഇല്ലാതെ കണ്ടുകൊണ്ടിരുന്ന സിനിമകൾ ഇപ്പം അത്രയും ക്വാളിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വലിയൊരു എഫേർട്ട് തന്നെ അവരെടുത്തിട്ടുണ്ടെന്നാണ്. അതിന് വലിയൊരു താങ്ക്സ് ആൻഡ് കൺഗ്രാറ്റ്സ്. സൂപ്പർ വർക്കായിട്ടുണ്ട്, അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഈ വലിയേട്ടൻ സിനിമ നിങ്ങൾ തിയേറ്ററിൽ കാണുകയാണെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യുന്നുള്ളത് തന്നെയാണ്. കാരണം അത്യാവശ്യം പല സൈഡിലും, അതായത് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആവട്ടെ, അതിൻ്റെ നമ്മുടെ ഫൈറ്റ് സീൻസിൽ, സോങ്സിൽ, ഇതിലെല്ലാം ആ ഒരു സൗണ്ട് മിക്സിങ് എല്ലാം പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ക്വാളിറ്റി നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആ ഒരു വിഷ്വൽ ക്വാളിറ്റിയൊക്കെ നന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അവരുടെ ചാനൽ ഇതിന് മുന്നേ വലിയേട്ടൻ്റെ സോങ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൂവിയും അപ്ലോഡ് ചെയ്തിട്ട് തോന്നുന്നു ഈ ഒരു ഇതൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ. ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്താണെങ്കിൽ കൂടി കുറച്ച് ഏരിയാസ് എനിക്ക് ചില കളർ ഇഷ്യൂസൊക്കെ എനിക്ക് ആ സമയത്ത് അവർ അപ്ലോഡ് ചെയ്ത സമയത്ത് തോന്നിയിരുന്നെങ്കിലും അതെല്ലാം ഒന്നുകൂടി റീവർക്ക് ചെയ്തിട്ട് തന്നെ കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു പോർഷനൊന്നും പക്ഷേ എനിക്ക് ഈ ഒരു നമ്മൾ തിയേറ്ററിൽ കണ്ടപ്പോൾ ആ പോർഷൻ പോലും നല്ല വിഷ്വൽ ക്വാളിറ്റി തന്നെ ഫീൽ ചെയ്തിരുന്നതാണ്. നല്ല രീതിയിൽ തന്നെ വന്നിട്ട് പിന്നെ അതിൽ ടൈറ്റിൽ കാർഡ്സ് ആണെങ്കിലും എല്ലാം നല്ല രീതിയിലൊരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ TV-യിൽ കാണുന്ന ഒരു ടൈറ്റിൽ കാർഡിൻ്റെയോ പരിപാടിയൊന്നുമല്ല, നല്ല രീതിയിൽ മ്യൂസിക് കൊണ്ടുവന്നിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വലിയേട്ടൻ്റെ BGM ഓഫ് കോഴ്സ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് പണ്ട് രാജാമണി സാർ, ആളിപ്പോൾ ഇല്ല. പക്ഷേ ആ ഒരു വർക്കിനെ കൂടുതൽ എന്താ പറയുക, സ്ട്രെസ് കൊടുക്കാതെ അല്ലെങ്കിൽ ആ ഒരു സൗണ്ടിങ്ങിന് ഒരുപാട് ചേഞ്ച് ചെയ്യാതെ തന്നെ അതിൽ തന്നെ കുറച്ച് മിക്സിങ് ഒക്കെ ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് കേൾക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. നല്ലതായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആളൊരു ലെജൻഡറി ആളാണ് രാജാ സാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് ഒരുപാട് മലയാളത്തിലാണെങ്കിലും തമിഴിലൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ആളുടെ വർക്കിൽ നമുക്ക് ഒരുപാട് കൈകടത്തിയൊന്നും ചെയ്യാതെ അത്യാവശ്യം നല്ല രീതിയിൽ വേണ്ട രീതിയിൽ തന്നെ അവർ കൈകാര്യം ചെയ്തെന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ സിനിമയുടെ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. മമ്മൂക്കയുടെ ഞാൻ പ്രതീക്ഷിച്ച ഏറ്റവും വലിയൊരു കാര്യം മമ്മൂക്കയുടെ ഡയലോഗ് ഡെലിവറി, അതുപോലെ NF വർഗീസ്, സായ് കുമാർ, നമ്മുടെ മനോജ് KJ, സിദ്ദിഖ്, ഇവരെല്ലാം നിറഞ്ഞ ആടുകയാണ്. കാര്യം എനിക്കൊരു ഫ്രഷ് ഫീലിംഗ് തന്നെയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സിനിമ ആദ്യമായിട്ട് കാണുന്ന ഒരു എക്സ്പീരിയൻസ് പോലെ തന്നെയായിരുന്നു എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത്. നല്ലൊരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു വലിയേട്ടൻ. എന്തായാലും അത് കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷം തന്നെയുണ്ട്. കാര്യം ഇതിനെപ്പറ്റി സിനിമയെ പറ്റി കൂടുതൽ അതിൻ്റെ കഥയോ സ്റ്റോറിയോ ഒന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും നമുക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം ഇതുപോലുള്ള നമുക്ക് പണ്ട് തിയേറ്ററിൽ കാണാൻ പറ്റാത്ത സിനിമകൾ ഇതേപോലെ റീമാസ്റ്റർ ചെയ്തിട്ടും അത്യാവശ്യം ക്വാളിറ്റിയോടെ കൂടി കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. നമുക്ക് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഇനി ഇതുപോലെ ഒരുപാട് സിനിമകൾ ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട്. മമ്മൂക്കയുടെ ആണെങ്കിലും ലാലേട്ടൻ്റെ ആണെങ്കിലും ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. അതിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് സിനിമകളാണ് മമ്മൂക്കയുടെ ഇതുപോലെ ധ്രുവം കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, ദ കിങ്, രാജമാണിക്യം, ബിഗ് ബി, ഇതെല്ലാം ഒന്ന് റീമാസ്റ്റർ ചെയ്ത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ ലാലേട്ടൻ്റെ ആണെങ്കിലും രാവണ പ്രഭു, പിന്നെ നാട്ടുരാജാവ്, പിന്നെ അതുപോലെ അങ്ങനത്തെ കുറച്ച് സിനിമകൾ ലാലേട്ടൻ്റെ അത് കുറേ സിനിമകളുണ്ട്, നരൻ, ഇങ്ങനത്തെ കുറച്ച് സിനിമകളുണ്ട്. പിന്നെ നമ്മുടെ കോമഡി മൂവീസ് ആയിട്ടുള്ള വെട്ടം, CID മൂസ, പറക്കുന്നളി, ഇങ്ങനത്തെ കുറച്ച് ഏരിയ ആ സിനിമകളുണ്ടല്ലോ, അതൊക്കെ കാണാൻ ശരിക്കും പറഞ്ഞാൽ നല്ല രസമായിരിക്കും. കാര്യം 4Kയിൽ ഇത്രയും ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും അതൊക്കെ. കാര്യം CID മൂസൊക്കെ എസ്പെഷ്യലി കാരണം കുട്ടികളും ഫാമിലികളൊക്കെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തിയേറ്റർ ഹൗസ്ഫുൾ ആവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. അത്രയും ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഇനി നെക്സ്റ്റ് കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ കൂടി പറയുകയാണ്. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ ഇപ്പോൾ വലിയേട്ടൻ റിലീസായിട്ട് കാണാത്തവരൊക്കെ എന്തായാലും ധൈര്യമായിട്ട് പോയി കാണുക. കാരണം നമ്മൾ TV-യിൽ കണ്ടത് ഓഫ് കോഴ്സ് ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, നമ്മൾ ഓൾറെഡി പലതവണ കണ്ടതാണ് നോക്കുക. പക്ഷേ നിങ്ങൾക്കൊരു വ്യത്യസ്ത എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. കാരണം നമ്മളതൊരു സൗണ്ട് ക്വാളിറ്റിയിലും എല്ലാത്തിലും
നമുക്കൊരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നിങ്ങൾക്ക്. എന്തായാലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോയി കാണാം. നല്ലൊരു വർക്ക് തന്നെ ചെയ്തിട്ടുണ്ട് അതിനകത്ത്.